പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 16 ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. അതിനായിട്ട് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? അതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചില്ലേ? അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ആമേൻ നമ്മളെ അത്ഭുതകരമായി നടത്തുന്നത് ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ സകല ആവശ്യങ്ങളിലും അങ്ങ് കൂട്ടായിട്ടിരിക്കുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകളെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്. സങ്കീർത്തനം 50 സങ്കീർത്തനം 14 വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതനെ നിന്റെ നേർച്ചകളെ കഴിക്കുക. അതിൻ്റെ 23 പറയുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം എന്ന യാഗം നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കരം ഉയർത്തി ഒന്നുകൂടുന്ന സ്തോത്രം പറഞ്ഞ് ദൈവം ചെയ്ത ഓരോ നന്മകളെയും ഓർത്തിട്ട്, നിങ്ങൾക്ക് തന്ന കുടുംബജീവിതം ഓർത്ത്, ദാനമായി തന്ന മക്കളെ ഓർത്ത്, ദാനമായി തന്ന ജീവിത സൗകര്യങ്ങളെയൊക്കെ ഓർത്ത്, ആരോഗ്യത്തെ ഓർത്ത്, സമാധാനത്തെ ഓർത്ത്, സ്വസ്ഥതയൊക്കെ ഓർത്ത് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരു മനസ്സോടെ അപ്പൻ്റെ അടുക്കിലേക്ക് വരിക. അപ്പോൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയാൽ അങ്ങ് പ്രകാശിപ്പിക്കുമെന്ന് അങ്ങയുടെ വചനത്തിൽ പറഞ്ഞു. ഞങ്ങൾ ഒരു മനസ്സോടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങൾ ലോകവ്യാപകമായി നടക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യത്തെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അവരെ നോക്കി റിലീസ് ചെയ്യുന്നു. പൂർണ്ണ സൗഖ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, പൂർണ്ണ സമാധാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. രോഗികൾക്ക് അങ്ങ് വൈദ്യനാകിയാൽ സ്തോത്രം. അങ്ങ് എല്ലാ രോഗത്തിനും നല്ല വൈദ്യനാകിയാൽ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ പരിപൂർണ്ണ സൗഖ്യം തൻ്റെ മക്കളുടെ മേൽ യേശുവിൻ നാമത്തിൽ ഉണ്ടാകുന്നതിന് സ്തോത്രം. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നാളുകളായുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ടിനാൽ നാളുകളായി ബുദ്ധിമുട്ടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ അതിനകത്തുനിന്ന് സൗഖ്യം പ്രാപിച്ച് പുറത്തു വരട്ടെ. എല്ലാ അലർജിയുടെ സ്പിരിറ്റും യേശുവിൻ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. അതുപോലെ കർത്താവെ, ആമേൻ ആമേൻ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കുടുംബത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കഴിയുന്ന കുഞ്ഞുങ്ങൾ, അവരെ വിടുവിക്കണം. ദൈവിക സമാധാനം കൊണ്ട് കർത്താവ് അവരെ നിറയ്ക്കണം. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആമേൻ. ലോൺ എടുത്തു അടയ്ക്കാൻ മാർഗമില്ല, ക്രെഡിറ്റ് കാർഡ് മുഖാന്തരം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെട്ട് ആമേൻ ആമേൻ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, ആമേൻ, ട്രാവൽ ബാന്, അതുപോലെ തന്നെ കർത്താവെ കോർട്ട് കേസുകളായവർ, പല ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്നവരുണ്ട്. ലോൺ അടയ്ക്കാൻ മാർഗമില്ലാതിരിക്കുന്നവർ, ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അത്ഭുതം നടക്കട്ടെ. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ദൈവിക അത്ഭുതം നടക്കട്ടെ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. അവരുടെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. വലിയ കൊയ്ത്ത് ഈ അന്ത്യകാലത്ത് നൽകുന്നതിന് സ്തോത്രം. ഇന്ന് വൈകിട്ട് നടക്കാനുള്ള മീറ്റിങ്ങിനായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒഴുക്ക് ഇന്നത്തെ മീറ്റിങ്ങിൽ ഉണ്ടാകുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം, ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. നിശ്ചയമായിട്ടും പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ അതിൽ പങ്കെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കർത്താവ് തരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ്
നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് ഒരു കാരണവശാലും മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം, പങ്കെടുക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് നീ സ്വസ്ഥമായിരിക്കുക. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമുക്കറിയാം, ആമേൻ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ പറയുന്നതായ, എഴുതപ്പെട്ടിരിക്കുന്നതായ ഒരു അത്ഭുത സൗഖ്യത്തിൻ്റെ ആമേൻ കഥയാണ് നമ്മൾ ഈ വായിക്കുന്നത്. ഇവിടെ 12 വർഷമായി രക്തസ്രവത്താൽ ഭാരപ്പെട്ട് തൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവളായി ഇരിക്കുന്ന ഒരു സഹോദരി. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു രോഗം വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ അവൾ ഒറ്റപ്പെട്ടു പോകും. ആമേൻ, അവൾക്ക് പള്ളിയിൽ പോകാൻ കഴിയത്തില്ല. അവൾ ആരെ തൊട്ടാലും, അവളെ ആര് തൊട്ടാലും അവർ അശുദ്ധരായിത്തീരും. അപ്പം സമൂഹത്തിൽ നിന്ന് തന്നെ തള്ളപ്പെട്ടു. തൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ ചിലവാക്കി, പല വൈദ്യന്മാരാൽ ചികിത്സിച്ചു. ഒന്നിനും ഒരു പരിഹാരം കാണാതെ, ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും പല കാര്യങ്ങൾ നോക്കിയിട്ട് ഒന്നും വിജയിക്കാതിരിക്കുകയാണോ? ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ കരമുയർത്തി, യേശുവേ, എന്നെ അങ്ങ് വിടുവിക്കണമേ എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞാട്ടെ. നിങ്ങൾ നോക്കിയ പല സോഴ്സുകളുണ്ടാകാം. പല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ഓടി നടന്നിട്ടുണ്ടാകാം. പലരുടെ അടുക്ക നിങ്ങൾ അപ്രോച്ച് ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു. ഒന്നിനും നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, യേശു ക്രിസ്തുവുള്ള വിശ്വാസം നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിക്കുക തന്നെ ചെയ്യും. ഈ സഹോദരി യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. അവൾ കേട്ടത് യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, യേശു രോഗികളെ സൗഖ്യമാക്കുന്നവനെന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവളൊരു തീരുമാനമെടുത്തു. എന്താണേലും അവൻ്റെ വസ്ത്രത്തുമ്പിലെങ്ങാനും തൊട്ട് ഞാൻ സൗഖ്യം പ്രാപിക്കും. ആ തീരുമാനമായിരുന്നു ഏറ്റവും വലുത്. കാരണം സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നവൾ, പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാതിരിക്കുന്ന ഈ സഹോദരി ഒരു തീരുമാനമെടുത്തു. എൻ്റെ യേശുവിൻ്റെ വസ്ത്രത്തുമ്പിൽ ഞാൻ തൊടും. അതിനുവേണ്ടി എന്തും നേരിടാൻ അവൾ തയ്യാറായി. ഏത് പ്രതിസന്ധിയെ നേരിടുവാൻ അവൾ തയ്യാറായി. അവൾ ഈ ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ അറിയാതെ ബലഹീനയായിരിക്കുന്ന അവൾ യേശുവിനെ തേടിപ്പോയി. അവസാനം അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പിൽ തൊട്ടു. അവൻ കർത്താവ് അവിടെ നിന്നു. ഭയങ്കര ജനക്കൂട്ടം. കർത്താവ് നിന്നിട്ട് പറഞ്ഞു, ആരോ എന്നെ തൊട്ടു. ഉടനെ ശിഷ്യന്മാർ ചോദിച്ചു, അതെന്നാ ചോദ്യമായി പറയുന്നത്? ആര് തൊടാനാ? ഞങ്ങളെല്ലാം തൊട്ടാണ് നടക്കുന്നത്. ഉടനെ ചോദിച്ചു, അങ്ങനല്ല, ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഒത്തിരി പേര് യേശുവിനെ തൊട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഈ സഹോദരി തൊട്ടപ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. കാരണം എന്നാ? അവൾ തൊട്ടത് വിശ്വാസത്തോടാണ്. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ അവൾ പറഞ്ഞുകൊണ്ട് വന്നത്, അവൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പിലെങ്ങാനും ഞാൻ തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. ഇത് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവൾ വിശ്വാസത്തോടെ തൊട്ടപ്പോൾ, വസ്ത്രത്തുമ്പിൽ അവൾ തൊട്ടപ്പോൾ യേശുവിൽ നിന്ന് സൗഖ്യത്തിൻ്റെ ശക്തി അവളിലേക്ക് ഒഴുകി. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. യേശു എന്ന് വിളിക്കുമ്പോൾ വിശ്വാസത്തോടെ യേശു എന്ന് വിളിക്കണം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി പുറപ്പെടുന്നത്. അവസാനം യേശു ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? ഈ സഹോദരി പറഞ്ഞു, ഞാനാ നിന്നെ തൊട്ടത്. ഉടനെ യേശു പറഞ്ഞ മറുപടി, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ബാധയൊഴിഞ്ഞ് നീ സ്വസ്ഥമായിരിക്കുക. ഒന്നുമില്ലാതെ, ആരുമില്ലാതെ തള്ളപ്പെട്ടവളായി വന്ന അവൾക്ക് ഒരു പുതിയ ഐഡൻറ്റിറ്റി കിട്ടി. അവളെ യേശു വിളിച്ചത് സ്ത്രീ എന്നല്ല, സഹോദരി എന്നല്ല. യേശു അവളെ വിളിച്ചത് മകളെ എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ വിശ്വാസത്തോടെ അവൾ യേശുവിൻ്റെ അടുക്ക വന്നതോടുകൂടി അവളുടെ ഐഡൻറ്റിറ്റി മാറി. അവൾ മകളായി തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ വിശ്വാസത്തോടെ യേശു എന്ന് വിളിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ഐഡൻറ്റിറ്റി മാറുകയാണ്. മക്കളെന്ന പദവിയിലേക്ക് ഉയർത്തുക. അതുമാത്രമല്ല, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ വിധത്തിലും അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തു. അതാണ് യേശുവിലേക്ക് വരുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ എന്ത് വിഷമത്തിൽ ഭാരപ്പെടുന്നു, എന്ത് ബുദ്ധിമുട്ടിനാൽ നിങ്ങൾ കഴിയുന്നു, ഡോണ്ട് വറി. യേശുവിലേക്ക് വരിക, യേശുവിനെ തൊടുക, വിശ്വാസത്തോടെ തൊടുക, വിശ്വാസത്തോടെ വിളിക്കുക. അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ ഒന്ന് സാവധാനത്തിൽ നിങ്ങളായിരിക്കുന്ന ഇടത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, ഞാനും പല വഴികൾ നോക്കി, പല മാർഗങ്ങൾ നോക്കി, ഒന്നും വിജയിച്ചില്ല. എന്നാൽ ഇന്ന് ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കയ്യിൽ തരുന്നു. എന്നെ വിടുവിപ്പാൻ അങ്ങ് ശക്തനാണ്, എന്നെ രക്ഷിപ്പാൻ അങ്ങ് ശക്തനാണ്. ഇന്ന് ഈ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്നും വിടുവിപ്പാൻ അങ്ങേക്ക് കഴിയും.
എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക. അവൻ നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും കേട്ടോ. ധൈര്യമായിരിക്കുക, പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പ്രതികൂലങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവർ വിടുവിക്കപ്പെടട്ടെ. അവർ സ്വസ്ഥത അനുഭവിക്കട്ടെ, അവർ സമാധാനം അനുഭവിക്കട്ടെ. ദൈവകൃപ കൊണ്ട് അവരെ നിറയ്ക്കുന്നതിന് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തിരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി